Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനും അതുപോലെ തന്നെ ഡിസ്കസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഏറ്റവും ബെസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഏതാണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ റിസോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഗോൾഡിനാണ്. അതായത് ഗോൾഡിന് ഭയങ്കര പ്രിയമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ, പ്രത്യേകിച്ച് ഗോൾഡ് ജ്വല്ലറി. അപ്പോൾ ഗോൾഡ് ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കൊരു 15% to 20% നമുക്ക് അതിൽ ലോസ് വരുന്നുണ്ട്, മേക്കിംഗ് ചാർജസും അങ്ങനെ GST അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഗോൾഡ് ജ്വല്ലറി വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അത്. ആക്ച്വലി എന്താ വെച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, കറക്റ്റ് ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല അത് ഗോൾഡ് ജ്വല്ലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമുക്ക് ഗോൾഡ് ETFs ഉണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സോവറിൻ ഗോൾഡ് ബോൺസ് ഉണ്ട്, പിന്നെ ഡിജിറ്റൽ ഗോൾഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജാർ ആപ്പ് ത്രൂ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് സുഖമായിട്ട് വാങ്ങിച്ചിട്ട് ബൈയും സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും, നമ്മൾ ബൈ ചെയ്യുന്ന പ്രൈസും സെല്ലിംഗ് പ്രൈസും ചെറുതായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ലോസ് നമുക്ക് അതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഗോൾഡ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്, ഫിസിക്കൽ ഗോൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ബെസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് അതാണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഗോൾഡ് അല്ലാന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. അതിൽ മെയിൻ അട്രാക്ഷൻ വരുന്നത് നമുക്ക് രണ്ട് മെയിൻ സംഭവങ്ങളാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഒന്നാമത്തെ സാധനം സോവറിൻ ഗോൾഡ് ബോൺസ് ആണ്. അപ്പോൾ സോവറിൻ ഗോൾഡ് ബോൺസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ടാണ്. നമ്മുടെ നോർമൽ നമുക്ക് കിട്ടുന്ന ഗോൾഡ് പ്രൈസിന്റെ അല്ലാണ്ട് തന്നെ നമുക്ക് 2% മാനുവലി നമുക്ക് 2.5% വരെ നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വലിയ സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു പ്രത്യേക ടൈം ഉണ്ട്, അത് ഓപ്പൺ ആവണം. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ ഒക്കെ നമുക്ക് ഈസിലി നമുക്ക് സോവറിൻ ഗോൾഡ് വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിപ്പോൾ അല്ലാണ്ട് തന്നെ ഗ്രോ ആപ്പിൽ കൂടെ സംഭവം നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ നോർമലി ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗ്രോ ആപ്പിൽ കൂടെയാണ്. അത് ഗ്രോ ആപ്പാണ് നമ്മുടെ മെയിൻ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ആപ്സ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പ് സ്റ്റോക്സ് ഉപയോഗിക്കുന്നുണ്ട്, ടാറ്റ ക്യാപിറ്റലിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രോ ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭയങ്കര ഈസി ആയിട്ട് നമുക്ക്, അപ്പോൾ ബിഗിനേഴ്സിന് ആയിക്കോട്ടെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ് ഗ്രോ ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ആണ്, അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട് അതിൽ. പിന്നെ വരുന്നത് നമ്മുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഗോൾഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രോയിലൊക്കെ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് കിട്ടും. ആക്സിസ് ബാങ്കിൻ്റെ കിട്ടും, HDFC ബാങ്കിൻ്റെ, SBIൻ്റെ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ SIP ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു 8 to 16% ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും. 1 year to 2 year 3 year ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ സോവറിൻ എന്താ പറയുക ബോണ്ട് എന്ന് പറയുന്നത്. ഒന്ന് കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞല്ലോ, അതിന്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിന്റെയും അതുപോലെ തന്നെ ഗോൾഡ് ETF-ന്റെയും അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിന്റെയും അതുപോലെ തന്നെ ഗോൾഡ് ഫണ്ട്സിന്റെയും ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കുറച്ചുകൂടി മനസ്സിലാവും. നമുക്ക് ഇവിടെ ടേബിൾ കാര്യങ്ങൾ കൊടുക്കാട്ടോ, നമ്മളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറിയിരിക്കാം. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് കാര്യം പറയുന്നത്, 1 has to invest in physical gold. ഡിമാൻഡ് അക്കൗണ്ട് ആവശ്യമില്ല, അഡീഷണൽ ചാർജസ് നമുക്ക് ആവശ്യം വരും, അഡീഷണൽ ചാർജ് വരും ഇതിൽ. ഇറ്റ് ഓൾവേസ് ഹാസ് എ റിസ്ക് ഓഫ് തെഫ്റ്റ്, അതായത് നമുക്ക് അത് കളഞ്ഞു പോകാനും അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാർ കൊണ്ടുപോകാനുള്ള ഒരു റിസ്ക് ഉണ്ട്. യു ക്യാൻ അവോയ്ഡ് ദ ഹാസിൽ, പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആർ പ്രൊപ്പോർഷണേറ്റ് ടു ദ പ്രൈസ് ഓഫ് ഗോൾഡ്, അതായത് അത് രണ്ടും പ്രൊപ്പോർഷണേറ്റ് ആണ്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ETFs ആണ്. ഗോൾഡ് ETFs കാര്യം പറയുമ്പോൾ നമുക്ക് പർച്ചേസിംഗ് പ്രൊപ്പോർഷണേറ്റ് വാല്യൂ ഓഫ് ഗോൾഡ് ബട്ട് നോട്ട് ഇൻ ദ ഫിസിക്കൽ ഫോം. ഇതേ സെയിം ഫോമിൽ നമുക്ക് ഗോൾഡിന്റെ സാധനങ്ങൾ വാങ്ങിക്കാം, പക്ഷേ ഒരു ഫിസിക്കൽ ഫോം അല്ലാണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഡിമാൻഡ് അക്കൗണ്ട് ആവശ്യമില്ല, നമുക്ക് ETF വാങ്ങിക്കാൻ നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് വേണം കേട്ടോ. മ്യൂച്വൽ ഫണ്ടിനാണ് നമുക്ക് ആക്ച്വലി ആവശ്യമില്ലാത്തത്. നമുക്ക് ETF വാങ്ങിക്കുമ്പോൾ നമുക്ക് വൺ നീഡ്സ് എ ഡിമാൻഡ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു ഇൻവെസ്റ്റ്. പിന്നെ ഗോൾഡ് ETFs ഇൻക്ലൂഡ് അസറ്റ് മാനേജ്മെന്റ് ആൻഡ് ബ്രോക്കറേജ് ഫീസ്, അങ്ങനെ ഒരു ഫീസ് ഇതിൽ വരുന്നുണ്ട്. ബ്രോക്കറേജ് ഫീസും നമ്മൾ മാനേജ് ചെയ്യാനുള്ള അസറ്റ് ഫീസും വരുന്നുണ്ട് ഇതിൽ. പിന്നെ തെഫ്റ്റിന്റെയും കാര്യങ്ങളൊന്നും റിസ്ക് ഇല്ല, പേപ്പർ വർക്ക് റിക്വയർഡ് ആവശ്യമാണ് നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റിൽ. പിന്നെ ഗോൾഡ് പ്രൈസ് ഡയറക്ട്ലി അഫക്ട് ദാറ്റ് ഓഫ് ഗോൾഡ്, അതായത് ഗോൾഡ് പ്രൈസിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ഗോൾഡ് ETF-ലും പ്രൈസ് ഡിഫറൻസ് വരും കേട്ടോ. ഇനിയാണ് നമ്മൾ മെയിൻ പറയുമ്പോൾ നമ്മുടെ ഗോൾഡ് ഫണ്ട്സിന്റെ, അതായത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ അട്രാക്ഷൻസും നെഗറ്റീവ്സും പ്രോസും കോൺസും കേട്ടോ.
അപ്പോൾ ദ ഇൻവെസ്റ്റ്മെന്റ് ഇസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ബുള്ളിയൻസ് ആൻഡ് ദ കമ്പനീസ് ഇൻവോൾവ് ഇൻ ഗോൾഡ് മൈനിങ്. അപ്പോൾ നമ്മൾ ഗോൾഡ് മൈനിങ് ചെയ്യുന്ന കമ്പനീസിൽ ത്രൂ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് ഫിസിക്കൽ ഗോൾഡ് സംഭവങ്ങളൊന്നും അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് ഇല്ല. മിനിമം ചാർജസ് അപ്ലൈഡ് ടു മാനേജേഴ്സ് ഓഫ് ഫണ്ട്, അതായത് നമുക്കൊരു എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട്, അത് മിനിമം ആയിരിക്കും, അണ്ടർ 1% ഒക്കെ ആയിരിക്കും നോർമലി എല്ലാത്തിനും. അതുപോലെ തന്നെ തെഫ്റ്റിൻ്റെയും ബൾഗറിൻ്റെയും റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, പേപ്പർ വർക്ക് റിക്വയർഡ് ആണ് ചെറുതായിട്ട്. പിന്നെ ഗോൾഡ് ഫണ്ട്സ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച്, അതായത് ഗോൾഡ് പ്രൈസിൻ്റെ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഗോൾഡ് ഫണ്ടിന് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു ഫിക്സഡ് ഇൻകം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫിക്സഡ് റിട്ടേൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവം തന്നെയാണ് നമ്മുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മെയിൻ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് കാര്യം പറഞ്ഞാൽ നമുക്ക് ആക്സിസ് ഗോൾഡ് ഫണ്ട് ഉണ്ട്, ആദിത്യ ബിർള സൺലൈറ്റ് ഗോൾഡ് ഫണ്ട് ഉണ്ട്, കാനറ റൂബിക്കോ ഗോൾഡ് സേവിങ്സ് ഫണ്ട് ഉണ്ട്, HDFC ഗോൾഡ് ഫണ്ട് ഉണ്ട്, ICICI പ്രോ റെഗുലർ ഗോൾഡ് സേവിങ്സ് ഫണ്ട് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമൽ നമ്മുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സുഖമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ച്വലി ICICIയുടെയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന് ചെയ്യുന്നുണ്ട്, HDFCയുടെയും ICICI ബാങ്കിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ICICIയുടെയും നമ്മൾ ഗോൾഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. SIP നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് എന്താ പറയുക, ഗ്രോ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ഗ്രോയിൻ്റെ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ കയറിയിട്ട് മുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇത് കിട്ടും. അതിൽ നമ്മൾ നോർമൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ SIP എങ്ങനെ തുടങ്ങാം അതേ സ്റ്റെപ്പിൽ തന്നെയാണ്. ചിലത് നമുക്ക് 500 തുടങ്ങാം, ചിലത് നമുക്ക് 1000 മിനിമം നമുക്ക് തുടങ്ങാം. അപ്പോൾ നല്ലൊരു ഫിക്സഡ് റിട്ടേൺ കിട്ടും. ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് 16% 15% ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും കേട്ടോ. അപ്പോൾ ആരും സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം പോയി സ്റ്റാർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എന്തായാലും നമ്മുടെ ഗ്രോ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.